തന്നെയാണ്. ഈ PC ജോർജ് വായ തുറക്കുന്നത് വർഗീയ പരാമർശം നടത്താൻ വേണ്ടിയാണ്. ചില സമയങ്ങളിൽ അങ്ങനെ തോന്നിപ്പോവും. ചില സമയത്ത് പറയുന്നത് സത്യമാണെന്ന് ചിന്തിക്കാറുണ്ട്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു പരിധിവരെ അതൊക്കെ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ചില സമയത്ത് പറയുന്ന കാര്യങ്ങൾ അത് നമുക്ക് ഇപ്പോൾ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ്, അവർ മുഴുവൻ ഇന്ത്യയിലും കേരളത്തിലെ സ്വത്തുക്കൾ മുഴുവൻ അടിച്ചുകൊണ്ട് പോകും, അവർ ഇവിടെ ജീവിക്കാൻ ഭാരതത്തെ എന്താ പറയുക, പിന്നെ ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കാത്തവർ, അല്ലെങ്കിൽ അവിടെ ജീവിച്ചിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് പറയുന്നത് ഇവിടെ ജീവിക്കാൻ ആർക്കാരല്ല എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഒരു സമുദായത്തെ മാത്രം പിടിച്ചുകൊണ്ട് എപ്പോഴും ചില വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനോട് വലിയ പിന്നെ എന്താ പറയുക വിയോജിപ്പ് തന്നെയാണ് ഉള്ളത്. ഇതിപ്പോൾ പറയുമ്പോൾ എല്ലാവരെയും ചേർത്ത് നമ്മൾ പറയണം അല്ലേ. ഒരു പരാമർശം നടത്തുമ്പോൾ എല്ലാ വിഭാഗത്തിലും തെറ്റുകളും ശരികളുമുണ്ട്. അപ്പം അതെല്ലാം ചേർത്ത് നിർത്തി തന്നെ പറയണം. ഇദ്ദേഹം പറഞ്ഞ പല പരാമർശങ്ങളും പലപ്പോഴും വിവാദമായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പറഞ്ഞ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ PC ജോർജ് ജയിലിൽ വരെ പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ആരോഗ്യപരമായ അസുഖങ്ങൾ കാരണം ആശുപത്രിയിലായി. പിന്നെ അവിടെ നിന്നാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയത്. വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇത്തവണ പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് എത്തുന്നത്. ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവനും ഇവിടെ ജീവിക്കുന്നത് ശരിയല്ല. ക്രിക്കറ്റ് മാച്ചിൽ പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ ചിലർ അല്ലാഹു അക്ബർ വിളിക്കുന്നു. ഇതിന്റെ പേരിൽ പിണറായി ഒരു കേസ് കൂടി എടുത്താലും തനിക്ക് പ്രശ്നമില്ല. HRDSന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ അനുസ്മരണ ചടങ്ങിലാണ് വീണ്ടും പിണറായിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള വിവാദം. ഒരു 3 വർഷം മുമ്പുള്ള ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. അതായത് തിരുവനന്തപുരത്ത് ഹിന്ദു മഹാപരിഷത്ത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം അത് ഉദ്ഘാടനം ചെയ്യുന്ന PC ജോർജാണ്. ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന PC ജോർജ്. അപ്പോൾ അതിൽ പറഞ്ഞതാണ്, രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ രാജ്യത്തെ നിയമവാഴ്ചയും ജനാധിപത്യ മൂല്യങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു PC ജോർജിൻ്റെ പ്രസംഗം. കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ പാനീയത്തിൽ വന്ധ്യത വരുത്താനുള്ള മരുന്നുകൾ ബോധപൂർവം കലർത്തുന്നു. അതായത് പിന്നെ മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇതൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. മുസ്ലിം പുരോഹിതർ ഭക്ഷണത്തിൽ 3 പ്രാവശ്യം തുപ്പിയ ശേഷം വിതരണം ചെയ്യുന്നു. മുസ്ലിം കച്ചവടക്കാർ അവരുടെ സ്ഥാപനങ്ങൾ അമുസ്ലിം മേഖലകളിൽ സ്ഥാപിച്ച് അവരുടെ സമ്പത്ത് കവർന്നു കൊണ്ടുപോകുന്നു എന്നും PC ജോർജ് പറഞ്ഞു. PC ജോർജിന് എന്ത് പറ്റിയാവോ? ഇനി അടുത്തത് കേട്ടോ. ഇന്ത്യ എന്ന പേര് തിരുത്തേണ്ട സമയമായി. അത് സായിപ്പിട്ട പേരാണ്. അത് ചുമന്ന് നടന്നാൽ ഒരു കാര്യവുമില്ല. ഋഷീശ്വരന്മാരുടെ പൈതൃകം പേർന്ന നാടാണ് നമ്മുടേത്. പേരിലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ PC ജോർജ് എന്നുള്ള പേര് മാറ്റിട്ട് ഋഷി ശൃംഖൻ നിർത്തേ. രാജ്യത്തെ നശിപ്പിച്ച 1-ാം പ്രതി നെഹ്റു എന്ന മുസൽമാനാണെന്നും ദൈവവിശ്വാസമില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന നെഹ്റു വീടിനകത്ത് 5 നേരം നമസ്കരിക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ആരംഭം കുറിച്ചത് നെഹ്റുവാണ്. നെഹ്റു ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജ്യത്തെ തകർത്തു. ആദ്യ ഭരണഘടനാ ഭേദഗതിയിലൂടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി. അതിന്റെ തുടർച്ചയാണ് ഇന്ദിരാഗാന്ധി ചെയ്തതെന്ന് മാധ്യമങ്ങളോട് PC ജോർജ് പറഞ്ഞു. ഒരാളുടെ വിശ്വാസം എന്ന് പറയുന്നത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഇപ്പം നെഹ്റു 5 നേരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിന് PC ജോർജിന്റെ അനുവാദം വേണമായിരുന്നു. അത് അയാളുടെ സ്വന്തം താല്പര്യം, അയാളത് ചെയ്തോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം? ഇത് PC ജോർജ് പൂഞ്ഞാർ MLA ആയിരുന്നപ്പോൾ PC ജോർജ് പൂഞ്ഞാർ MLA ആയിരുന്നപ്പോൾ ഇത്രക്ക് പ്രശ്നമില്ലായിരുന്നു. അത് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പോയപ്പോൾ പുള്ളിയുടെ എന്തൊക്കെയോ ചിലതൊക്കെ ലൂസായിട്ടുണ്ട്. വേറെ സംഭവം ഉണ്ട്. എന്താ വെച്ചാൽ ഒരു ചാനൽ ചർച്ചകളിലൊക്കെ കയറി കഴിഞ്ഞാൽ PC ഒന്ന് ചാർജ് ആകും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ പിന്നെ വായിൽ തോന്നുന്നു. അതല്ല, ഇതിൽ എനിക്ക് മറ്റൊരു വാദം കൂടിയുണ്ട്. ഈ ലവ് ജിഹാദ് സംബന്ധിച്ചുള്ള പരാമർശം PC ജോർജ് മാത്രമല്ല, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും സമാനമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഇതേപോലെ അറസ്റ്റോ നടപടിയോ എടുത്തിട്ടില്ല. അതെന്തുകൊണ്ട്? ഇത് പിണറായിയുടെ വലം കൈയാണ് വെള്ളാപ്പള്ളി. ഇത് പിണറായിയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളും. രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. മാത്രമല്ല, ഒരാളൊരു ഒരാളൊരു സമുദായത്തിന്റെ നേതാവ്, ഒരാള് ഇപ്പോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ വീട്ടിൽ ഇരിക്കുന്ന ആടയാഭരണങ്ങളൊന്നും ഇല്ലാത്ത തഴമ്പ് മാത്രമുള്ള ഒരാള്. അപ്പോ എന്റെ വീട്ടിൽ ആന ഉണ്ടായിരുന്നു. അതിന് തെളിവ് എന്താണ്? ആനയുടെ പുണങ്ങിയ പിണ്ടവും ഒരു ചങ്ങലി. ഇല്ല, PC ജോർജിന് ഈ പത്തനംതിട്ടയില് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട സീറ്റ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ വെച്ചാണ് അയാള് പരമാവധി. അല്ല, PC ജോർജിന്റെ മിഥ്യാധാരണയുണ്ട്.
ഈ BJPയുടെ ആളാണെന്ന് വരുത്തി തീർക്കാൻ ഈ മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ പ്രചാരണം നടത്തിയാൽ താൻ BJPയുടെ ആളാണ് എന്ന് ഒരു വലിയൊരു സമൂഹം തെറ്റിദ്ധരിക്കുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ BJPയിൽ വലിയൊരു വിഭാഗവും ഇതിന് എതിരെ ചിന്തിക്കുന്നവരാണ്, ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നവരാണ് ഒരു വലിയൊരു വിഭാഗവും. ബാക്കി കുറച്ച് പേരുണ്ട് തീവ്രമായി ചിന്തിക്കുന്നവരുണ്ട്, സത്യം തന്നെയാണ്. പക്ഷേ ഏറിയ പങ്കും വിശാല കാഴ്ചപ്പാടുള്ളവർ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇടയിൽ PC ജോർജ് സത്യം പറഞ്ഞ ഒരു കോമഡി കഥാപാത്രമായി മാറുകയാണ്. കാര്യം ഇവർക്കിതൊരു ബാധ്യതയാവും. PC ജോർജ് ഇമാതിരി പ്രസ്താവനകൾ കാര്യം BJP ഇപ്പോൾ നടത്തുന്നത് ന്യൂനപക്ഷങ്ങളെ കൂടെ കൂട്ടാനുള്ള നടപടികളാണ്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ പോലും BJP ജയിക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടെ കേരളത്തിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ വലിയൊരു വിഭാഗത്തെ, അതും ന്യൂനപക്ഷമാണല്ലോ. തൃശ്ശൂർ പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ സുരേഷ് ഗോപിയുടെ വിജയം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ന്യൂനപക്ഷങ്ങൾ കൂടുതൽ BJPയിലേക്ക് അടുത്തത് കൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ, പാർട്ടി ഒക്കെ ആയിരിക്കില്ല അവർ, പക്ഷെ വ്യക്തികൾ നല്ല രീതിയിൽ വന്നാൽ അവർ പാർട്ടി നോക്കാതെ വോട്ട് ചെയ്യുമെന്നുള്ളതിന്റെ തെളിവാണ് തൃശ്ശൂര്. അല്ല അപ്പോൾ അങ്ങനെ, അതായത് ഇവര് ഈ അതായത് ഈ BJP എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുന്നവരാണ്, മുസ്ലിങ്ങളെ അവർക്ക് കണ്ടുകൂടാ എന്നൊരു പ്രചാരണത്തെ ബോധപൂർവം തിരുത്താനായിട്ട് നമ്മുടെ കേരളത്തിലുള്ള BJP നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ശ്രമിക്കുമ്പോൾ PC ജോർജിനെ പോലുള്ളവർ അത് അവരുടെ ഭാഗമായി നിന്ന് ഇത്തിക്കണ്ണി പോലെ പറ്റിച്ചേർന്ന് അതിനെ തുരങ്കം വെക്കുന്ന പരിപാടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് BJPയെ സംബന്ധിച്ച് PC ജോർജ് ഒരു ബാധ്യതയാണ്, ഒരു മാറാപ്പാണ്. അപ്പോൾ ഒന്നെങ്കിൽ BJP നേതൃത്വം തന്നെ, ഇപ്പോൾ BJPയുടെ ആളാണെന്നാണല്ലോ പറയുന്നത്, ഇപ്പോൾ താമര ചിഹ്നത്തിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. BJPയിൽ അംഗത്വം എടുത്തുല്ലോ, സ്വാഭാവികമായിട്ടും മത്സരിക്കുമ്പോൾ താമര ചിഹ്നം ഷോണായിരിക്കും ഇനി മിക്കവാറും. ഷോൺ ജോർജ് ഇച്ചിരി മയം ഉണ്ടെന്ന് തോന്നുന്നു, PC ജോർജ് ഒരു രക്ഷയില്ല. അപ്പോൾ പാർട്ടി നേതൃത്വം ഇടപെട്ട് PC ജോർജിനെ തിരുത്തണം, അല്ലെങ്കിൽ ഇമാതിരി പരിപാടികൾക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാൻ നിൽക്കരുത് ആളുകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് BJP എടുത്ത് തലയിൽ വെച്ചൊരു സാധനമാണ്. അന്ന് പാലാരിവട്ടത്ത് അറസ്റ്റ് ചെയ്ത സമയത്തൊക്കെ പുറത്ത് BJP പ്രവർത്തകർ ഇദ്ദേഹത്തിന് അഭിവാദ്യം വിളിക്കാനും ശോഭാ സുരേന്ദ്രൻ പാലാരിവട്ടത്ത് വന്ന് കാണാനും ഒക്കെ നിന്നത് ഇത് സ്വാഭാവികമായിട്ട് അവരെടുത്ത് തലയിൽ വെച്ചതാണ്. അത് അവർ ചുമക്കട്ടെ, അല്ലാതെ എന്ത് പറയാനാ. അദ്ദേഹം ആ സമയത്ത് BJPയിലെ അംഗമല്ല, BJPയായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല, അത് ഈ പത്തനംതിട്ട സീറ്റ് വരുന്നതിന് മുമ്പായിട്ടാണ്, ആ ചർച്ച വരുന്നതിന് മുമ്പായിട്ടാണ് BJP അംഗത്വം എടുത്തത്. അതെ. അപ്പൊ അദ്ദേഹത്തിന് അതൊരു അപ്പൊ അതും കിട്ടിയില്ല. അതിന്റെ ഒരു മോഹഭംഗവും നിരാശയൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ. ഈ പ്രത്യേകിച്ച് മുമ്പ് സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് ഇപ്പൊ സ്ഥാനങ്ങളില്ലാത്തവർക്ക് അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഒരു ഘടകമാണ്. അപ്പോൾ ഇമാതിരി ചില പ്രസ്താവനകളൊക്കെ നടത്തി എൻ്റെ സാന്നിധ്യം ഇവിടെ അറിയിക്കുക, അത്രേ ഉള്ളൂ. അത് ഇത് പറയുന്നത് തൻ്റെ നാക്കുപിഴയല്ല, ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കാൻ പറയുന്നതാണെന്ന് PC ജോർജിനെ പോലെ ഇത്രയും വർഷം രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ളയാൾക്ക് തീർച്ചയായിട്ടും അറിയാം. അതെ, അപ്പൊ അത് ഇത്രേ ഉള്ളൂ. പ്രശ്നം ഉണ്ടാക്കി ഇവിടെ സാന്നിധ്യം അറിയിക്കുക. ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്. പൂഞ്ഞാർ രാജാവ് ഇപ്പോഴും ഞാൻ തന്നെയാണ്. കാരണം ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെ നടന്ന സമയത്ത് അൻവറാണല്ലോ ചർച്ചയിൽ മുഴുവൻ വരുന്നത്. അൻവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിച്ച ഒരാളാണ്, ഞാനും അങ്ങനെ മത്സരിച്ച ഒരാളാണ്, ഞാനിവിടെ ഉണ്ട്, ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരാളാണ്. അൻവർ ഇപ്പൊ PC ജോർജിന് പഠിച്ചോണ്ടിരിക്കുക. വലിയ PC ജോർജിന്റെ രാഷ്ട്രീയ ഗ്രാഫിന് എന്ത് പറ്റിയോ അത് തന്നെ ഇപ്പൊ അൻവറിനും പറ്റും. അൻവറിനെ ഇപ്പൊ ഏറ്റെടുക്കാൻ ആളില്ലല്ലേ? അതെ, അത് തന്നെ. ആദ്യ വഴിയിൽ കിടന്ന് ഇങ്ങനെ സതീശൻ പറഞ്ഞല്ലേ വേണ്ട അന്ന്. ഇനിയിപ്പോ അൻവറിന്റെ അവസ്ഥ എന്താകുമോ എന്തോ. PCയുടെ അവസ്ഥ അത് തന്നെ. ആയിത്തോതനെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് 8ന്റെ പണിയും വാങ്ങിച്ചു വെക്കും. ഷോൺ ജോർജ് ഇത്തിരി, അതായത് വീണ വിജയനെതിരായിട്ടുള്ള കേസ് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ചുകൂടി നിലപാടുള്ള ഒരാളാണ്. കുറച്ചുകൂടി പഠിച്ചിട്ട് ഇമാതിരി വഷളത്തരം പറഞ്ഞ് മുഷിയാൻ നിൽക്കുന്ന ഒരാളല്ല, കുറച്ചുകൂടി ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ PC ജോർജ് ഇപ്പം മകനെ കണ്ട് പഠിക്കേണ്ട അവസ്ഥയാണ്. തീർച്ചയായിട്ടും അങ്ങനെയെങ്കിലും നന്നാവാൻ പറ്റി നോക്കട്ടെ.